അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, റോമാലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമായിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ഞയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലന് സുവിശേഷ വേല എന്ന് പറയുന്ന ഒരു ആത്മഭാരമായിരുന്നു, ഒരു ആത്മദാഹമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കിതാണ്: ഞാൻ ഒന്ന് കടക്കാരനാണ്. ആരോട്? ബർബരന്മാരോട്, യവനന്മാരോട്, ജ്ഞാനികളോട്, ബുദ്ധിഹീനരോട് ഞാൻ കടക്കാരനാണ്. അവരോട് സുവിശേഷം അറിയിപ്പാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ അവരോട് കടക്കാരനാണ്. കാരണം നാം സുവിശേഷം പറയാതിരിക്കുന്നുണ്ട് എങ്കിൽ, നാം സുവിശേഷം അറിയിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ നാം കടക്കാരനാണ്. ദൈവത്തോടും അത് പറയാത്തവരോടും നാം കടക്കാരനാണ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം, എന്താണ്? എനിക്ക് ലജ്ഞയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ഞയില്ല. ഇന്ന് പലർക്കും സുവിശേഷം പറയാൻ ലജ്ഞയാ. കാരണം അവൻ്റെ ഡിഗ്രി അവനെ അനുവദിക്കുന്നില്ല, അവൻ്റെ PhD അവനെ അനുവദിക്കുന്നില്ല, അവൻ്റെ വിദ്യാഭ്യാസം അവനെ അനുവദിക്കുന്നില്ല. സുവിശേഷം അറിയിക്കാൻ ലജ്ഞ ആയൊരു കാലഘട്ടം. എന്തിനാ സുവിശേഷം പറയാൻ ലജ്ഞിക്കുന്നത്? ഈ ലോകത്തിൽ പറയാൻ കൊള്ളാവുന്ന ഒരേ ഒരു കാര്യം സുവിശേഷം മാത്രമാണ്. ഈ ലോകത്തിൽ പറയാൻ കൊള്ളാവുന്ന ഒരേ ഒരു കാര്യം സുവിശേഷം മാത്രമാണ്. പൗലോസിന്റെ കാലത്ത് വാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല, യാത്രാ സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല, അല്ലേ? അന്ന് മൃഗങ്ങളും പായ്ക്കപ്പലുകളുമാണ്, വള്ളങ്ങളുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ പോലും പൗലോസ് അപ്പോസ്തലൻ വളരെ തീഷ്ണതയോടെ സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആ വാഹനങ്ങളില്ലാത്ത, ആ സൗകര്യങ്ങളില്ലാത്ത ആ കാലത്ത് പോലും അപ്പോസ്തലൻ പൗലോസ് വളരെ തീഷ്ണതയോടെ സുവിശേഷം പ്രസംഗിച്ചു. നമുക്ക് എത്രമാത്രം തീഷ്ണതയുണ്ട്? നമുക്ക് എത്രമാത്രം ആത്മഭാരമുണ്ട്? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമുണ്ടോ നമുക്ക്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഞാൻ കടക്കാരനാണ്. ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. അതുപോലെ ലജ്ഞ കൂടാതെ പൗലോസ് അപ്പോസ്തലൻ ആരാണ്? ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ഇസ്രായേലിന്റെ നിയമങ്ങളെ പഠിച്ചവൻ, മഹാപണ്ഡിതൻ, യഹൂദൻ. ഇത്രയും ജ്ഞാനവും കഴിവുണ്ടായിരുന്നിട്ടും ഈ കഴിവുകളെയും ജ്ഞാനത്തെയും മാറ്റിവെച്ച് ദൈവവിളി അനുസരിക്കുവാൻ അദ്ദേഹം തയ്യാറായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ഞയില്ല. ഇന്ന് പലർക്കും മടിയാ. അന്തസ് പോകുമോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അതൊന്നും ശരിയാവില്ല എന്നിങ്ങനെ അവൻ്റെ ചിന്തകൾ അവനെ നിരാശപ്പെടുത്തുകയാണ്, അവനെ പിറകോട്ട് വലിക്കുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ യാത്രകൾ ദമസ്കോസിൽ ഉടനീളം അദ്ദേഹം സുവിശേഷവുമായിട്ട് പോയി. കാരണം എന്താ അറിയാവോ? അപ്പോസ്തല പ്രവൃത്തി 9:2 മുതൽ വായിക്കുമ്പോൾ ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്കും അവരോട് അധികാരപത്രം വാങ്ങി അവൻ ദമസ്കോസിൽ ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവനെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ദമസ്കോസിൽ അവൻ സുവിശേഷം പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത്ഭുതമാണ്.
ദമസ്കോസിൽ അവൻ സുവിശേഷം പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത്ഭുതം. കാരണം എന്നറിയാമോ? ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ഇസ്രായേലിന്റെ നിയമങ്ങളെ പഠിച്ചവൻ അവൻ യെരുശലേമിലേക്ക് വരികയാണ്, ദമസ്കോസിൽ വരികയാണ്. എന്തിനു വേണ്ടിയാ? ക്രിസ്തുമാർഗക്കാരെ പിടിച്ചു കെട്ടി കൊല്ലണം. അങ്ങനെ ആവേശത്തോടെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന പൗലോസ് ഇപ്പൊ ദമസ്കോസിൽ സുവിശേഷം പറയുക. ദമസ്കോസിൽ സുവിശേഷം പറയുക. ഒന്നോർത്തോ, നീ ഒരു സുവിശേഷ വിരോധിയാണെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പേ നീ സുവിശേഷം കേട്ടിരിക്കും, സുവിശേഷം പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം പറയുന്നതിന് നമ്മൾ നാണം തോന്നരുത്, ലജ്ഞ തോന്നരുത്. സുവിശേഷം പറയുവാനുള്ള വ്യഗ്രത വേണം, സുവിശേഷം പറയാനുള്ള താല്പര്യം വേണം. ഇന്ന സ്ഥലത്തെ പറയുന്നു എന്നില്ല, എവിടെയും ഏത് സാഹചര്യത്തിലും, കുളിക്കുന്നിടത്തും അലക്കുന്നിടത്തും പണിയെടുക്കുന്നിടത്തും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പരസ്യമായും വീട് തോറും പബ്ലിക്കായും എവിടെയും ചർച്ചിലും എവിടെയും സുവിശേഷം പറയുവാൻ നാം തയ്യാറായിരിക്കണം. ഒരു സോൾജിയർ, ഒരു പട്ടാളക്കാരൻ യുദ്ധമുണ്ടായാൽ തയ്യാറായിരിക്കുന്ന പോലെ തന്നെ ഒരു വിശ്വാസി എപ്പോഴും സുവിശേഷം പറയാൻ തയ്യാറായിരിക്കണം. അതൊരു പാസ്റ്ററുടെ ചുമതല മാത്രമല്ല, ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ ചുമതല മാത്രമല്ല, ഒരു അപ്പോസ്തലൻ്റെ ചുമതല മാത്രമല്ല, സകല മനുഷ്യരും സുവിശേഷം പറയുവാൻ തയ്യാറായിരിക്കണം. കപ്രോസിലേക്ക് അദ്ദേഹം സുവിശേഷമായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13:4 പറയാ, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർക്ക് സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലീമസിൽ ചെന്ന് യഹൂദന്മാരെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അപ്പം യോഹന്നാൻ ഭൃത്യനായിട്ട് കൂടി. ആരുടെ കൂടെ? ഈ പൗലോസിൻ്റെ കൂടെ. ഹല്ലേലൂയ. ഒരു സഹയാത്രികനായി. അപ്പോൾ മനസ്സിലാക്കണമേ, അവര് ഒന്നും നോക്കാതെ, മനുഷ്യരെ പേടിക്കാതെ, ആരെയും ഭയപ്പെടാതെ, അവർ സന്തോഷത്തോടെ അവർ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അപ്പൊ ആരെ പറഞ്ഞയക്കുന്നത്? സെൻട്രൽ പാസ്റ്റർ അല്ല, ജനറൽ പാസ്റ്റർ അല്ല, ലോകത്തിലെ മനുഷ്യനല്ല, മറിച്ച് ആരാ പറഞ്ഞയക്കേണ്ടത്? പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കണം. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞു. അപ്പം നമ്മളെയൊക്കെ പറഞ്ഞയക്കുന്നത് മനുഷ്യരായതുകൊണ്ടായി പോകുന്നിടത്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നേ. നമ്മളൊക്കെ പറഞ്ഞയക്കുന്നത് മനുഷ്യരാണ്, മനുഷ്യരുടെ അനുവാദത്തോടെയാണ്. മനുഷ്യർ പറയുകയാണ് നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചിട്ട് നീ പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നിടത്ത് സുവിശേഷം പറയാൻ പോകാവൂ. പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നിടത്തേക്ക് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം മൂന്നാമത്തെ മിഷണറി യാത്രയിലും അടങ്ങാത്ത ആവേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ സുവിശേഷകന്മാർ അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കും. നല്ലതാ, അടങ്ങാത്ത ആവേശം. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുകയല്ല അത്. അവർ ചത്തതിലൊക്കെ ജീവിച്ചിരിക്കരുമെന്ന സാഹചര്യത്തിൽ വളർന്നു വരികയാണ്, മുന്നോട്ട് പോവുകയാണ്. വേണ്ടിയും വേണ്ടാതെയും ഉള്ള രീതിയിൽ പോവുകയാണ്. എന്നാൽ ചില ആളുകൾ പൗലോസിൻ്റെ ദാഹത്തോടെ, പൗലോസിനെ ലഭിച്ച ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അമിതാവേശത്തോടെ പോവുകയാണ്. ഓരോ മിഷണറി യാത്ര കഴിയുമ്പോഴും മടുക്കുകയോ നിരാശപ്പെടുകയല്ല, പിന്നെന്താണ്? അമിതമായ ആവേശം, അമിതമായ ദ്രുതത അല്ലെങ്കിൽ ദ്രുതഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. മന്ദതയിലാകുന്നില്ല, തളർന്നു പോകുന്നില്ല, കാരണം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയാണ്. അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനം 13:8 പറയുന്നത് അങ്ങനെയാണ്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കണം. എനിക്ക് അവരനോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സുവിശേഷം പറയൂ. കാരണം അവൻ്റെ ആത്മാവിന്, അവൻ്റെ പ്രാണന് ഈ മുഴു ലോകത്തേക്കാൾ വിലയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ കടപ്പെട്ടവനാണ്.
ഞാൻ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനോട് സുവിശേഷം അറിയിക്കാൻ ഞാൻ ബന്ധപ്പെട്ടവനാണ്, ഉത്തരവാദിത്തപ്പെട്ടവനാണ്, കടമപ്പെട്ടവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 11:23. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭീതിയിലായി. യഹൂദരാൽ ഞാൻ ഒന്നു കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിൽ ആപത്ത്, കള്ളന്മാരിലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വഭയങ്ങളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനാതിരിക്കുന്നു, ആരടിറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് എത്രയോ വട്ടം അടികൊണ്ടു, എത്ര വട്ടം കപ്പൽ ഛേദത്തിൽപ്പെട്ടു, എത്ര വട്ടം രാപകത്തിൽ വെള്ളത്തിൽ കഴിച്ചു, എത്ര വട്ടം കള്ള സഹോദരന്മാരിൽ ആപത്തുണ്ടായി, എത്ര വട്ടം അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പട്ടിണി, ഇങ്ങനെയുള്ള അനേക ക്ലേശങ്ങൾ അദ്ദേഹത്തിനുണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹത്തിന് അനേകം പ്രയാസങ്ങളിലൂടെ, അപ്പോസ്തലൻ പൗലോസ് അനേകം പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ സുവിശേഷ ആവേശത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഈ മാതിരിയുള്ള അനേക കഷ്ടങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി എങ്കിലും യാതൊരു കഷ്ടപ്പാടുകളും, യാതൊരു പ്രയാസത്തിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും അദ്ദേഹത്തിന്റെ സുവിശേഷ ഘോഷണത്തിൽ യാതൊരു കുറവും അല്ലെങ്കിൽ ഒരു അണുവിട പുറകോട്ട് പോകാനിടയായില്ല. അപ്പോസ്തലൻ പൗലോസിനെയും നമ്മെയും തുലനൊന്നും ചെയ്തു നോക്കിയേ. നാം സുവിശേഷം പറയുന്നുവെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ഏത് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടോ? ഇല്ലാതിരുന്നിട്ട് പോലും നമ്മൾക്കിപ്പോഴും മടിയാണ്, അലസതയാണ്, നമ്മൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണക്ക് പറയേണ്ടി വരും. ഉണ്ടും ഉറങ്ങിയും ജീവിച്ചാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി ഇല്ലേ, കല്യാണത്തിന് പോകാൻ തിരക്കാണ്. ഓരോരുത്തരോട് ഓരോ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് നാളെ അവിടെ പോകണം, എനിക്ക് നാളെ ഇവിടെ പോകണം, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ സുവിശേഷത്തിന് പോകാൻ താല്പര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം സുവിശേഷത്തിന്, ഒന്നാം സ്ഥാനം ക്രിസ്തീയ ജീവിതത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കല്യാണം നടത്താനും കല്യാണത്തിന് പോയി നടക്കല്ലായിരുന്നു, അനേക ഇടങ്ങളിൽ പോയി സുവിശേഷം പറയുന്നതുകൊണ്ടാ ഇന്നും നമ്മളൊക്കെ ഉണ്ടാകാൻ ഇവിടെ കാരണം. അതിന് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ അത്ര മനോഹരം. സുവിശേഷം പറയാൻ ആളില്ലാതെ എങ്ങനെ കേൾക്കും, കേൾക്കാൻ ആളില്ലാതെ എങ്ങനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞതുപോലെ സുവിശേഷത്തിന് അത്രമാത്രം വിലയുണ്ട്. അപ്പൊ സുവിശേഷത്തെ പ്രതി എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടോ? ദൈവം അത്രമാത്രം നമ്മെ കരുതുന്നു, എന്നിട്ട് നമുക്ക് മടിയാ സുവിശേഷം അറിയിക്കാൻ. നമ്മൾ പല ഒഴിവ് കഴിവുകൾ പറയുന്നു അല്ലേ? സുവിശേഷം അറിയിക്കാൻ ആവോളം ഒരുങ്ങിയിരിക്കുകയാണ് പൗലോസ്. റോമാലേഖനം 1:15 പറയും, അങ്ങനെ റോമായിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്ത്യാനിയും ഓരോ ബിലീവറും സുവിശേഷം അറിയിപ്പാൻ ആവോളം ഒരുങ്ങണം. വചനം പഠിച്ച് സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കാരണം സുവിശേഷം അറിയിക്കാൻ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. ഒരുക്കമില്ലാതെ പോകുന്നതുകൊണ്ട് അടി കിട്ടുന്നത്, ഒരുക്കമില്ലാതെ പോകുന്നതാണ് പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അല്ലാതെ ഉണ്ടാകാം, പക്ഷെ അവിടെയൊക്കെ കർത്താവ് നമ്മെ കരുതും, കർത്താവ് നമ്മെ പരിപാലിക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരനുഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആദ്യമായി പരസ്യമായി മറൈൻ ഡ്രൈവിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന മറൈൻ ഡ്രൈവിൽ ബോട്ട് ജെട്ടി മുതൽ ഹൈക്കോടതി ജെട്ടി വരെ ജംഗ്ഷൻ വരെ ഉള്ള മറൈൻ ഡ്രൈവിൻ്റെ പ്രദേശത്ത് ട്രാക്ട് കൊടുക്കാനായി പോയി. എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക്, ഏകദേശം 500-ൽ പരം ആളുകൾക്ക് അന്ന് യേശുവിനെ അറിയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ചിലർ വാങ്ങി, ചിലർ തിരസ്കരിച്ചു. അപ്പോ ചിലർ സംസാരിച്ചു, അവർ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഭവമായി മാറി. നിനക്കൊരു ട്രാക്റ്റേ കൊടുക്കാൻ പറ്റൂ, നിനക്കൊരു പരിശോധന നടത്താനേ പറ്റൂ, നിനക്കൊരു വ്യക്തിയോട് സംസാരിക്കാനേ പറ്റൂ. അത് നീ ചെയ്തിരിക്കണം, അത് നിന്റെ കടമയാണ്, അല്ലെങ്കിൽ നീ കടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതെന്റെ ക്രൈസ്തവ ജീവിതത്തിൽ, എൻ്റെ സുവിശേഷ ഘോഷണ ജീവിതത്തിൽ ഒത്തിരി ഊർജം പകരുവാൻ എനിക്കിടയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുവിശേഷം പറയാൻ ലജ്ജിക്കരുത്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് റോമാക്കാരോട് പറയുക 1:16 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ഞയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യമനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. നീ സുവിശേഷം പറയാൻ ലജ്ജിക്കരുത്, നീ പരിശോധന നടത്താൻ ലജ്ജിക്കരുത്, നീ ട്രാക്ട് കൊടുക്കാൻ ലജ്ജിക്കരുത്, നീ ഒരു ഭവനത്തിൽ ചെന്ന് വചനം പറയാൻ ലജ്ജിക്കരുത്, നീ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. അതാരാ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. പണ്ഡിതനായി മനുഷ്യൻ, യഹൂദ കുലത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അവൻ പറയാ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ഞയില്ല. അങ്ങനെ പറയുന്ന നമുക്കും കേൾക്കുന്നവർക്കും ശക്തിയാണ് സുവിശേഷം. പറയുന്ന നമുക്കും കേൾക്കുന്ന ആളുകൾക്കും ശക്തിയാണ് സുവിശേഷം. ശക്തിയാണ്, അനുഗ്രഹമാണ്. പക്ഷെ അത് കേൾക്കേണ്ട രീതി കേൾക്കണം. നിവൃത്തികേട് കൊണ്ട് കേട്ടിട്ട് കാര്യമില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ സ്വീകരിച്ചുകൊണ്ട് കേൾക്കണം. എതിർത്തുകൊണ്ട് കേട്ടാൽ ഒരു ഗുണം ഉണ്ടാവില്ല. സുവിശേഷം കേൾക്കുന്നത് ദൈവിക ശക്തിയാണ്, അത് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 3:18 പറയാ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പൊ ക്രൂശിന്റെ ശത്രുക്കളായി അനേകരുണ്ട്, സുവിശേഷത്തിന് ശത്രുക്കളുണ്ട്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കള്ള സഹോദരന്മാർ. കൂട്ടത്തിൽ തന്നെ കള്ള സഹോദരന്മാരുണ്ട്, കൂട്ടത്തിൽ തന്നെ ഹല്ലേലൂയ പണി തരുന്നവനുണ്ട്. നമ്മൾ അത് നോക്കരുത്. ഞാൻ ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷേ നമ്മളെ കരുതുന്നവൻ സർവശക്തനാണ്, നമ്മളെ കരുതുന്നവൻ സകലത്തിനും മതിയായവനാണ്. കർത്താവ് നമ്മെ കരുതും, കർത്താവ് നമ്മെ പരിപാലിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പൊ സാക്ഷിയാകുന്ന ശക്തിയാണ് ദൈവത്തിന്റെ സുവിശേഷം. അപ്പൊ ശക്തി ലഭിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് ശക്തി കുറയുമ്പോഴാ നീ വീട്ടിൽ അടയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നീ അവിടെ ഇരിക്കുന്നെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിന് ശക്തിയില്ല, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്ക് സുവിശേഷം പറയാതിരിക്കാൻ കഴിയില്ല. നീ എഴുന്നേറ്റോടും, നീ എഴുന്നേറ്റോടും, തീ പിടിച്ചവനെ പോലെ ഓടും. അപ്പോസ്തല പ്രവൃത്തി 20:14 പറയാ, 24 പറയാ, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല.
നിന്റെ മരണം അടുത്തെങ്കിൽ വണ്ടി ഇടിച്ചാലും മരിക്കും, കാല് തട്ടി വീണാലും മരിക്കും, ഒരു പാമ്പ് കടിച്ചാലും മരിക്കും. പേടിക്കുന്ന എന്തിനാ നീ? ഇവിടെ പൗലോസ് പറയാ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതാ എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷ തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പൊ നിന്നെ കർത്താവ് വരവേൽപ്പിച്ച ശുശ്രൂഷ നീ അത് തികയ്ക്കണം. നീ നിന്റെ പ്രാണനെ ഭയപ്പെടരുത്, ഒന്നും സംഭവിക്കില്ല. കർത്താവ് അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നീ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ഇറങ്ങണം, ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി ഇറങ്ങണം. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ 8:31 യേശു പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ സത്യം ലോകമറിയണം. അവർ സ്വതന്ത്രമാകണമെങ്കിൽ നമ്മൾ ഈ സത്യം അറിഞ്ഞപ്പോൾ നമ്മൾ സ്വതന്ത്രരായി. ഇനി നമ്മൾ പാപത്തിന് സാത്താൻ അടിമയാകരുത്. ഇനി പരിശുദ്ധാത്മാവ് നമ്മെ പറഞ്ഞയക്കടുത്ത് നമ്മൾ പോകണം. പരിശുദ്ധാത്മാവ് നമ്മെ എവിടെ പറഞ്ഞയച്ചാലും, ഏത് ദേശത്ത് പറഞ്ഞയച്ചാലും നമ്മൾ അങ്ങോട്ട് പോകണം. പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. പരിശുദ്ധാത്മാവ് നമ്മെ പറഞ്ഞയക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാലേഖനം 16:24 പറയുന്നത് എങ്ങനെയാ? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപാടിന് അനുസരണയുള്ള എൻ്റെ സുവിശേഷത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മഹാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പൊ സുവിശേഷം അറിയിക്കാൻ, ഹല്ലേലൂയ, നമ്മൾ ഒരുങ്ങിയിരിക്കണം. സുവിശേഷം അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം, അല്ലയോ കഷ്ടം. നമ്മുടെ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് സുവിശേഷത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. പൗലോസ് നാടുകളെ കല്യാണം നടത്താനും നാട്ടുകാർ കാര്യങ്ങൾ ഇടപെടാനും അല്ല പൗലോസ് കാണുന്നത്. പൗലോസ് സുവിശേഷത്തിന് തൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തു. നമ്മളൊക്കെ ഇങ്ങനെ വന്നത് സുവിശേഷത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടാണ്. നമ്മൾ തീയെ പ്രാപിച്ച് തീയായി തീരണം. അഗ്നിനാവുകളായി തീയിറങ്ങി അവരെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ തീയായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമീപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിലുള്ള ഒരു കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുന്നതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരോസ്ത്രവും ദൈവജന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പൊ നാം മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ ദിവസം 3 പേരെ രക്ഷാവാചകം ചൊല്ലിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആ വീട്ടിലേക്ക് നയിച്ചു. ആ 3 വ്യക്തികളെ പേഴ്സണലായിട്ട് ഞങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്തു. സുവിശേഷം അവരോട് പറയാനിടയായി. അവർ ഞാൻ ചോദിച്ചു, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയുമോ? അവർ അങ്ങനെ പറഞ്ഞു, ഏറ്റുപറയാ. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അവർ പറയുന്നത്. ആ 3 വ്യക്തികളും അവർ യേശുവിനെ ഏറ്റുപറയുവാനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും യേശുവിനോട് പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. അതുകൊണ്ടാണ് നാം സുവിശേഷം പറയണമെന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം എഴുതിയ മാത്യു നമ്മൾ വലിയ കാര്യമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. ഈ മത്തായി ആരായിരുന്നു? ചുങ്കസ്ഥലത്തിരുന്നതാണ്, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 9 പറയാ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ
മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ചുങ്കം പിരിച്ചവനായി മത്തായി, മറ്റുള്ളവരെ പിടിച്ചു പറിച്ച മത്തായി, ആ മാത്യു ആരായി മാറി? ഒന്നാമത്തെ സുവിശേഷം എഴുതുന്നവനായി മാറി. നിന്റെ ജീവിതത്തിൽ ഒരു കാലത്ത് നീ പാപങ്ങൾ നടന്ന വ്യക്തിയായിരിക്കാം, ഏതെല്ലാം രീതിയിൽ നടന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്റെ പാപത്തെ അവൻ പുറകിലെറിഞ്ഞു കളഞ്ഞു, നിന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപം മോചിപ്പിച്ച് നിന്നെ പുതിയ സൃഷ്ടിയാക്കി. നീ സുവിശേഷം അറിയിക്കണം. നീ സുവിശേഷം അറിയിക്കാൻ കടപ്പെട്ടവനാണ്. നിന്റെ ജീവിതത്തെ സുവിശേഷം അറിയിക്കാൻ മാറ്റിവെക്കുക. ഈ സുവിശേഷത്തിന്റെ നിന്ന് വ്യതിചലിക്കരുത്. നിന്റെ തീരുമാനത്തിൽ വെറുതെ വ്യതിചലിക്കരുത്. നിന്റെ പ്രയാസങ്ങളിൽ വ്യതിചലിക്കരുത്. ലോകം പലതും പറയും, ലോകം പലതും പറയും. ആ വഴിക്ക് പോയ പണമുണ്ടാക്കാം, ഈ വഴിക്ക് പോയ പണമുണ്ടാക്കാം, അപ്പുറ വഴിക്ക് പോയ പണമുണ്ടാക്കുമെന്ന് ലോകം പറയും. പോകരുത്. ശാസിച്ചോടിക്കണം, ശാസിച്ചോടിക്കണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് നീ വിചാരിക്കണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വിചാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനത്തിന് വ്യതിചലിക്കരുത്. 12 അപ്പോസ്തലന്മാരെ യേശു തെരഞ്ഞെടുത്തു. അവരെല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. പത്രോസ് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു വിളിക്കുന്നത്. 2-3 ലക്ഷം രൂപയുടെ മീൻ കിട്ടി. മീനിന്റെ പെരുപ്പ് ഹേതുവായി അതുവരെ ഒന്നും കിട്ടാത്ത പത്രോസിന് ധാരാളം മീൻ കിട്ടി. അപ്പോഴേശു പറയുക, എന്റെ പിന്നാലെ വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. വള്ളവും വലവും അവിടെ ഉപേക്ഷിച്ച്, വള്ളവും വലവും ഉപേക്ഷിച്ച് അവൻ യേശുവിന്റെ പുറകെ പോയി. അവൻ യേശുവിന്റെ പുറകെ പോയി. അവൻ യേശുവിന്റെ പുറകെ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തിന്റെ പുറകെയല്ല, പണത്തിന്റെ പുറകെയല്ല, കടബാധ്യതകളുടെ പുറകെയല്ല. അതൊക്കെ വീട്ടാനും ദൈവം കൃത്യമായി തരും. പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മടിയിലിട്ട് അമർത്തി കുലിക്ക് മടിയിലിട്ട് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാർഗങ്ങൾ തരും. നീ സുവിശേഷത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. 10:8 പറയുന്ന മത്തായിയുടെ സുവിശേഷം 10:8 പറയും, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. പണത്തിനല്ല. ഈ കഴിഞ്ഞ ആഴ്ചയില് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഒരു വലിയ കവർ പൈസ എനിക്ക് തന്നു. ഒരു വലിയ കവർ പൈസ എത്രയുണ്ടെന്ന് നോക്കില്ല. 5000 കുറയത്തില്ല, അല്ലെങ്കിൽ വേണ്ട 3000 എന്തായാലും കാണും. നല്ല കനമുണ്ടായിരുന്നു, നല്ല കനമുണ്ടായിരുന്നു. ഞാൻ മേടിച്ചില്ല, അത് തിരിച്ചു കൊടുത്തു. ഇവിടെ ബൈബിൾ പറയുന്ന ദാനമായി കിട്ടുകയും അത് ദാനമായി കൊടുക്കണം. അങ്ങനെ ചെയ്യാനുള്ള ദൈവകൃപ, അതിനുള്ള കഴിവ് ദൈവം നിനക്ക് തരും. നിന്റെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഞാൻ ആ പൈസ കണ്ടിട്ട് മേടിച്ചില്ല. എനിക്ക് അതിനൊരു പ്രയാസം തോന്നിയില്ല. കാരണം ദൈവം പറഞ്ഞതാ, ദാനമായി കിട്ടി, അത് ദാനമായി നമുക്ക് ലഭിച്ചത്. ദാനമായി കിട്ടിയതാ, രക്ഷദാനമാണ്. ആ ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് പൈസ വാങ്ങാൻ പാടില്ല. ശിഷ്യന്മാരോട് പറഞ്ഞതാ, ദാനമായി കിട്ടി, അത് ദാനമായിട്ട് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും നിർബന്ധമായി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനിവിടെ പൊതുവായ കാര്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നുണ്ട്, സുവിശേഷം പറയുന്നവൻ സുവിശേഷത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. അത് തെറ്റൊന്നുമില്ല, വാങ്ങിച്ചത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇവിടെ നാം ചെയ്യേണ്ടത് പണത്തിന് വേണ്ടി ആകരുത്, നാം സുവിശേഷ വേല ചെയ്യുന്നത്. മത്തായി 16 പറയാ, 10:16 പറയാ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവൻ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. അപ്പൊ നമ്മുടെ സുവിശേഷ വേലയിൽ, ദൈവിക വേലയിൽ കളങ്കമില്ലാത്തവരായിരിക്കണം. ആത്മാവിൽ കപടമില്ലാത്തവരായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. പ്രാവിനെ പോലെ നിഷ്കളങ്കതയുണ്ടാകണം. പാമ്പ് എപ്പോഴും ഉണർന്നിരിക്കും. പാമ്പിന്റെ ബുദ്ധി ഭയങ്കരമാണ്. എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവരായി നമ്മൾ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 19:29 പറയും, എന്റെ നാമനിമിത്തം
വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. അപ്പൊ എന്റെ നിമിത്തം സഹോദരങ്ങളോ മാതാപിതാക്കളോ വീടോ സകലതും വിട്ട് നീ ഇറങ്ങിയാലും ഈ ഭൂമിയിൽ വച്ച് തന്നെ 100 മടങ്ങ് നിനക്ക് ലഭിക്കുമെന്ന് പറയുക. 100 മടങ്ങ്. എന്റെ ജീവിതം നോക്കണമേ. 10-26 വർഷക്കാലമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. എല്ലാവരും വെറുത്തു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആർക്കും എന്നെ വേണ്ട. പക്ഷേ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ സുരക്ഷിതനാണ്. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ട്, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. എൻ്റെ ജീവിതം പരാജയമല്ല, എൻ്റെ ജീവിതം ഒരു വിജയമാണ്. ഞാൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല. ഞാൻ എൻ്റെ സഹോദരങ്ങളിലോ എൻ്റെ കുടുംബക്കാരിലോ എൻ്റെ നാട്ടിലുള്ളവരിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളിൽ ആശ്രയം വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ എന്നെ കരുതും, അവൻ എന്നെ പുലർത്തും. അവൻ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ കരുതി, ഇന്നയോളം എന്നെ വഴി നടത്തി. അവൻ്റെ സുരക്ഷിതത്വം മതി. അനേക ദൂതന്മാർ എനിക്ക് കാവലുണ്ട്, അനേക വചനങ്ങൾ എനിക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ, എനിക്ക് സ്വർഗം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന് പറയുക 10:29, അതിന് യേശു എൻ്റെ നിമിത്തം സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ 100 മടങ്ങ് നിനക്ക് ലഭിക്കും. ലൂക്കോസ് 18:28 പറയുന്നത് എന്താണ്? ഇതാ ഞങ്ങൾ സ്വന്തമായി വിട്ടുതിനെ അനുഗമിച്ചിരിക്കുന്നു. പത്രോസ് പറയുക. യേശു അവരോട് ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ നീ വീഴ്ത്തി കളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭാര്യയായപ്പോലും സുവിശേഷത്തിന് വിരോധമായി സുവിശേഷം പറയണ്ട, അതിന് പോകണ്ട എന്ന് പറഞ്ഞാൽ നാം അനുസരിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്ത് ആര് പറയുകയാണെങ്കിലും അതനുസരിക്കേണ്ട കാര്യമില്ല. സുവിശേഷം പറയാൻ പോകണ്ട എന്ന് അത് പള്ളിയിലെ പാസ്റ്റർ പറഞ്ഞാലും അനുസരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരും പറയത്തൊന്നുമില്ല. സുവിശേഷം പറയാൻ ഹല്ലേലൂയ നാം പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അതൊക്കെ ഈ ഭൂമിയിൽ വെച്ച ദൈവം നമുക്ക് തരും. ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ കരുതും, ദൈവം നമ്മെ പുലർത്തും, ദൈവം നമ്മെ പരിപാലിക്കും. ഏത് കഷ്ടതയുടെ നടുവിലും, ഏത് ക്ലേശത്തിന്റെ നടുവിലും, ഏത് രോഗത്തിന്റെ നടുവിലും ഹല്ലേലൂയ ദൈവം നമ്മെ കരുതും. നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമുക്ക് എടുക്കാം. നമുക്ക് ഇത്രമാത്രം പ്രാർത്ഥനയുടെ ബലം കിട്ടിയത്, ഇത്രമാത്രം ഹല്ലേലൂയ അനേകം ആളുകൾ പ്രാർത്ഥിക്കുക, അനേക പാസ്റ്റർമാര്, അനേക കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ കാരണം നമ്മൾ വിശ്വാസത്തിലായതുകൊണ്ടാ, നമ്മൾ ദൈവവേലയിലായതുകൊണ്ടാ, നമ്മളെ ആളുകൾ അറിയുന്നതായതുകൊണ്ടാ. ഡോക്ടർമാർ കൈവിട്ടു, അവരുടെ കയ്യിൽ മരുന്നില്ല. മെഡിക്കൽ വിഭാഗക്കാർ കൈവിട്ടു, കാരണം അവരായാലും മരുന്നില്ല. കുട്ടിയുടെ രോഗം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അമൃത ഹോസ്പിറ്റല്, രാജഗിരി ഹോസ്പിറ്റല്, എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചു. മരുന്നില്ല, പ്രതിവിധിയില്ല. എത്രയോ രാത്രികളിൽ കുട്ടിയെയും കൊണ്ട്, പകുതി മരിച്ച കുട്ടിയെയും കൊണ്ട്, 3/4 ഭാഗം മരിച്ച കുട്ടിയെയും കൊണ്ട് നമ്മൾ ഓടി. ഇന്നിപ്പോൾ അവൻ ഈ ആരാധനയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ കണ്ടതാ, ഈ കുട്ടി ജനിച്ച അന്ന് കണ്ടതാ. അവൻ ആരാധനയ്ക്ക് ഇവിടെ വന്നിരിക്കുമെന്ന് ഞാൻ ദൂത് പറഞ്ഞതാ. ഹല്ലേലൂയ, ആരാധനയ്ക്ക് ഇവിടെ കടന്നു വരുമെന്ന് ദൂത് പറഞ്ഞതാ. അതെ, അവൻ ഇന്നിവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. ഞാൻ ദൈവത്തിനെ നന്ദി പറയാണ്. തലച്ചോറിന്റെ തലയോസിലെ പല ഭാഗത്തും തലച്ചോറില്ല. അവിടെ എന്താണ് ടിസ്റ്റോ ഏതാണ്ടൊക്കെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയാൻ കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥനയോട് പറഞ്ഞു, ഒന്നുമില്ല, അതെല്ലാം ഉണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനെ ദൈവം, അവനിവിടെ വരും. അവൻ ഈ ചർച്ചിൽ വചനം പ്രസംഗിക്കും. ഹല്ലേലൂയ, അവൻ ഈ ചർച്ചിൽ വചനം പ്രസംഗിക്കും. അന്ന് ഞാൻ കണ്ടത് യെരൂശലേം വാതിൽക്കൽ ബാലനായ യേശു സുവിശേഷം അറിയിക്കുന്നതാണ്. അവൻ ബാല്യം മുതലേ ഒരു വലിയ സുവിശേഷകനാകാനുള്ള കുഞ്ഞാ.
അതിന്റെ കഷ്ടതകളിലൂടെ കടന്നുപോയത്. മീഖാലമന ശബരമന ഹബബ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കണ്ട. കർത്താവ് സുവിശേഷം അറിയിക്കുന്നതിന്റെ കൂടെയുണ്ട്. ഈ കുഞ്ഞിന്റെ കാര്യം മാത്രം എടുത്താൽ മതി. ലോകം കൈവിട്ടു, ആരും സഹായിക്കാനില്ല, ഒരു 100 രൂപ പോലും ആരും തരാനില്ല. പക്ഷേ 10-15 ലക്ഷം രൂപ ചെലവാക്കി കർത്താവ് ആ കുഞ്ഞിനെ സംരക്ഷിച്ചു. അത് ദൈവത്തിന്റെ മിടുക്ക്, അത് ദൈവത്തിന്റെ കരുതൽ. ഇസ്രായേലിനെ കരുതിയ ദൈവം ഇന്നും കരുതുന്നവനായ ദൈവമാണ്. ഒരാൾക്ക് രോഗം വന്നാൽ നമ്മൾ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട്, എത്രയോ പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ആരും നമുക്ക് തന്നില്ല. എന്നാൽ ദൈവം നമ്മൾ കരുതി. പലരിലൂടെയും നമ്മൾ അറിയാത്ത ആളുകൾ, 10 പൈസ പോലും ഇന്ന് വരെ ദാനധർമ്മം കൊടുക്കാത്തവൻ പോലും നമ്മളെ സഹായിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാ, ഈ ദൈവവേലയുടെ ശക്തിയാ, ഈ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ കാര്യമാ. അതുകൊണ്ട് സുവിശേഷം അപ്പോസ്തലൻ പൗലോസിനെ പോലെ തീഷ്ണതയോടെ പറയുവാൻ, സുവിശേഷം തീഷ്ണതയോടെ പറയുവാൻ ഇടയാകണം. സുവിശേഷത്തിന് ലജ്ഞിക്കരുത്. ദാനമില്ലാതെ സുവിശേഷം അറിയിപ്പാൻ, ട്രാക്ട് കൊടുക്കാൻ, പരസ്യമായി വീടുകൾ തോറും കയറി ഇറങ്ങി പറയുവാൻ, പരസ്യമായി പരസ്യയോഗത്തിലൂടെ പ്രസംഗിക്കുവാൻ, പള്ളിയിൽ പ്രസംഗിക്കുവാൻ, ചർച്ചിൽ ആരാധിക്കുവാൻ, ദൈവസഭകൾ തുടങ്ങുവാൻ മടി കാട്ടരുത്. നാണമില്ലാതെ ഇറങ്ങിത്തിരിക്കണം സുവിശേഷത്തിന് വേണ്ടി. അത് ദൈവശക്തിയാകും, നമുക്ക് അനുഗ്രഹമാകും, കേൾക്കുന്നവന് അനുഗ്രഹമാകും. അപ്പോസ്തലൻ പൗലോസ് യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലത്ത്, വാഹനങ്ങൾ ഇല്ലാത്ത കാലത്ത്, വെറും പായ്ക്കപ്പലുകളും വള്ളങ്ങളും മൃഗങ്ങളും ഉള്ള കാലത്ത് വളരെ തീഷ്ണതയോടെ അദ്ദേഹത്തിന് പ്രായമായി കഴിഞ്ഞപ്പോൾ അതേ പല്ലക്കിൽ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് സുവിശേഷം പറയാൻ. പ്രായമായി മരിക്കാൻ കിടക്കുമ്പോഴും അദ്ദേഹം സുവിശേഷ ഘോഷണത്തിന് മടികാട്ടിയില്ല. അദ്ദേഹം വാളിനാൽ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലാക്കണമേ, നമ്മൾ എങ്ങനെ മരിക്കും? ഒരു നാൾ മരിക്കും, ഒരു നാൾ മരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. എങ്ങനെ മരിച്ചാലും പ്രശ്നമില്ല, എങ്ങനെ മരിച്ചാലും പ്രശ്നമില്ല. കർത്താവിന് വേണ്ടിയാണെങ്കിൽ അത് അതിഗംഭീരമാ, കർത്താവിന് വേണ്ടിയാണെങ്കിൽ അത് അതിഗംഭീരമാ. മരണം യാഥാർത്ഥ്യമാണ്. ഒരു നാൾ മരിക്കും, നീ ഓർത്തുകൊള്ളുക. ന്യായവിധിയുണ്ടെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിന് വേണ്ടി മരിക്കുന്നുവെങ്കിൽ അത് അതിഗംഭീരം. അതുകൊണ്ട് നിങ്ങൾ മടിപിടിച്ചിരിക്കാതെ ഉണർന്ന് പ്രശോഭിക്കുക. ആത്മദാഹത്തോടെ, ആത്മഭാരത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആത്മദാഹത്തോടെ, ആത്മഭാരത്തോടെ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.